അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ട്വിൻസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഇത് ഗ്രാനിയുടെ മക്കളാണെന്നൊക്കെ പറയേണ്ടി ട്വിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കള്ളന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ഏത് മൊണാലിസയുടെ ചിത്ര, ഡയമണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുപോകണം. എന്നിട്ട് നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ സോ ഗൈസ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് തന്നെ കിടക്കാം. സോ ഗൈസ്, അപ്പോൾ ഇത്ര നേരം കണ്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നേരെ ചെയ്തോ. നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കളിക്കണം. നമുക്ക് ഇതിനെ കുറിച്ച് അധികം വിവരം അറിയില്ലെങ്കിലും നമുക്ക് പരമാവധി എസ്കേപ്പ് ആവാൻ നോക്കാം. ഓക്കെ, ഇത് അങ്ങോട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ചാടണ. സോ ഗൈസ്, ചാടണം എന്ന് തോന്നുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഈ വഴി നമുക്ക് പോവാം. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? സോ ഗൈസ്, ചത്തിട്ടില്ല, ചെറിയ രീതിയിലൊരു ലൈഫ് പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും ആരുമില്ല. ഓക്കെ, ഈ നമ്മളെന്തോ തട്ടിയിട്ടു. പെട്ടെന്ന് ആരും വരുന്നതാണ് മുന്നേ നമുക്ക് ഇത് അടച്ചു വെച്ചേക്കാം. ഇവിടെ കുപ്പിയും പാട്ടയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എവിടെ എത്തിയേ? നമ്മളത് പിടിച്ചേക്കിപ്പോൾ എവിടെ എത്തിയിട്ട് നമ്മൾ? ഇതേ സ്ഥലം ഒന്നും എനിക്കറിയില്ല. ഇവിടെ ഒരു ഡൈനമൈറ്റ് കിടക്കുന്നുണ്ട്. നമുക്ക് ഇത് എത്താൻ പറ്റാ. ട്വിൻസ് വരാണെങ്കിൽ നോക്കാം. അതിൻ്റെ മോന്തയ്ക്ക് ഇട്ട് കൊടുക്കാം. സോ ഗൈസ്, ഇവിടെ ഒരു ലേസർ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വേണം പോകാൻ. ഇത് ഇരുന്നിട്ട് പോയാൽ കിട്ടുന്നുണ്ട്. ഇത് ചാടാ വേണ്ടെന്ന് തോന്നുന്നത്. അയ്യോ, ഇപ്പൊ മറ്റേ ബോബ, ബക്ക ആരെങ്കിലൊക്കെ വരും. അപ്പം നമുക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം എന്തൊരു ചെയ്യണ്ടേന്ന്. സോ ഗൈസ്, വേണ്ട ഈടാ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നൈസിലാക്കി ഏജ് ചെയ്യാൻ എടുക്കാം. പിന്നെ നമുക്ക് ഗേറ്റ് തുറക്കാൻ പറ്റും, പക്ഷെ ഇപ്പോൾ തുറക്കാൻ പാടില്ല. ആള് പോട്ടെ. സോ ആള് പതിയെ പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തുറക്കാം. സോ ഗൈസ്, നമുക്കിനി പതിയെ പോവാം. ഇരുന്നിട്ട് പോവാം. ചിലപ്പോൾ എഴുന്നേറ്റ് ചിലപ്പോൾ ഫോട്ടോ കിടക്കെ ആയിരിക്കും. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. അയ്യോ, അതേ മറ്റവൻ. നമുക്ക് പെട്ടെന്ന് ഈ വഴി ഓടിപ്പോവാം. എൻ്റെ പൊന്നോ. സോ ഗൈസ്, ഇതൊക്കെ ഏത് സ്ഥലം? ഇതേത് അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു സ്ഥലമുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ പോകണില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കാം. റിവോൾവറിൻ്റെ ഒരു പാർട്ട് കിട്ടി. ഇതുമാതിരി ചിലപ്പോൾ വല്ല പാർട്ട് ഉണ്ടാവുമായിരിക്കും. സോ ഗൈസ്, നമ്മൾ ഇവിടേക്ക് പോയിട്ടില്ല. ഇതേ ഇവിടെ ഒരു ഡൈനാമൈറ്റ് കിടക്കുന്നുണ്ട്. ഇനി പേടിക്കാനില്ല. ഇനി അവരെങ്ങാനും വരാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. സോ ഗൈസ്, നമുക്കൊരു ബ്ലൂ കീ എന്ന് പറഞ്ഞത് കിട്ടിയിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളതാണെന്ന് തോന്നണേ. മിക്കവാറും ഇതുപോലെ ഡോറ് തുറക്കാനൊക്കെ ആവശ്യമുള്ളതാവും. എടാ, മറ്റവൻ വരുന്നുണ്ട്. തടിയൻ വരുന്നുണ്ട്. വാടാ. തടിയനിപ്പോൾ കാണുന്നില്ലല്ലോ. തടിയൻ വന്നാ അപ്പോൾ ബോംബിടാ ഓടാ. ഓ, വരുന്നുണ്ട്. തടിയൻ മറ്റവനെയും കൂട്ടിയിട്ടാണ് വരണം. അത് പൊട്ടിയാൽ മതി പെട്ടെന്ന്. ഓക്കെ, 2 പേര് വീണുണ്ട്. ഓടെ മാറി കിടക്കറ തടിയാൻ. സോ ഗൈസ്, ഇതിലൊരു സംഭവം ഉണ്ട്. അതിന് ഇതിൻ്റെ ഉള്ളിൽ എന്താ വെള്ളം നിറയ്ക്കണം. ഇറ്റ് ലുക്സ് ലൈക്സ് ഇതിലെ ഒന്നിരുന്നോട്ടെ. എന്തോ അതിൽ സീനുണ്ട്. അയൺ ഡിസ്കാ, അതെന്താണെന്ന് എനിക്കറിയില്ല. അതിലെന്താ അയൺ ഡിസ്ക്, ആ ഒരു സംഭവം ഒരെണ്ണം എടുക്കാണ്ട് അത് എടുക്കണം. പിന്നെ മൊണാലിസ, പിന്നെ ഡയമണ്ട്.
ഇതൊക്കെ നമുക്ക് എടുക്കണം. മറ്റവരാണെങ്കിൽ 2 മിനിറ്റ് നേരത്തേക്ക് ബോധം പോയി കിടക്കലേക്ക് പോയി നോക്കാം. ഇത് ഭയങ്കര സീനാണല്ലോ. ഇതിനെ പിടിക്കാൻ ഞാൻ ചാടണ്ടേ? താഴെ ഒരെണ്ണുണ്ട്, ആദ്യമേ ഞാൻ കയറിയുണ്ട്. നമുക്ക് താഴേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ട്. ഇതെവിടെ സ്ക്രൂ ഡ്രൈവർ? അയ്യോ, നമ്മൾ ഇതിമേ ഇറങ്ങിക്കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ ആ ജീവി നമ്മളെ പിടിച്ചാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഡൈനാമൈറ്റ് എടുക്ക്. ഇപ്പം എന്നെ പൊട്ടിയാനെ. ഈ ജീവി ഇവിടെ തന്നെ നിൽക്കാം. ഇപ്പം എന്താ ചെയ്യുക? ആ സംഭവം വരുമ്പോൾ നമുക്കൊന്ന് കയറി പോയിട്ട് വീണ്ടും വരാം. അതേ നടക്കുള്ളൂ. ഇങ്ങനെ എറിഞ്ഞാൽ ഇതിനെത്തില്ല. ആ ജീവി അങ്ങോട്ട് പോയാൽ മതിരുന്നു. അങ്ങോട്ട് പോണ്ട്. സോ ഗൈസ്, നമുക്കിനി വഴിയുണ്ട്. അയ്യോ, പെട്ടു. സുഖസുന്ദരം. ഈ ക്രോബർ വെച്ച് തലയ്ക്ക് റെഡി കൊടുത്താലോ? അയ്യോ, വാവ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഡൈനാമൈറ്റും ഉണ്ട്. ഇത് ഈ റൂമിലെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐക്യു ഉപയോഗിച്ചിട്ട് ആ കേജ് തുറന്നത്, ആളുടെ മുന്നിൽ വെച്ച്. അല്ലാണ്ട് ഞാൻ മണ്ടത്തിനെ കാട്ടിയൊന്നുമല്ല. അതേ അമ്മോ ഏട്ടാ. ഇവിടെ നിന്ന് മറ്റവനും വരുന്നുണ്ട്. ഈ സാധനം ഇവിടെ ഇടാം. ചൊരുത്തം പോയി, പക്ഷെ മറ്റവൻ ചത്തില്ല. അത് മോശമായല്ലോ. ഇനൊന്നും നോക്കാനില്ല, തിരിഞ്ഞോടാം. ഇവിടെ ഏതോ 1411 ഏതോ കോഡാണ്. ഇലക്ട്രിക് ലോക്കർ, ഏതോ പവർ കട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതേ വേറൊരു ഡൈനാമൈറ്റ്. റിവോൾവറിൻ്റെ മറ്റേ പാർട്ട്. പക്ഷെ മറ്റേ പാർട്ട് നമ്മൾ ചത്തപ്പോൾ എവിടെയാ പോയി? സ്വിച്ച് ബോർഡ് കീ ഉണ്ടെങ്കിൽ ആ സ്വിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അതിനെ മൈക്ക് വെച്ചിട്ട് എന്തോ ചെയ്തു. ഇപ്പോൾ മറ്റവൻ കയറി വരും. ബെഡ്റൂം. ഒന്നുമില്ല. ഇവിടെ അവന് ചത്തു, ഞാനും ചത്തു. ഇത് ഭയങ്കര കോമഡിയാണല്ലോ. ഇത് നമുക്ക് അവിടെ താഴെ ഇട്ടിട്ട് ആ ജീവനെ കൊല്ലണം. എൻ്റെ പൊന്നെ ഗൈസ്, ഇത് എന്തൊക്കെ ഉണ്ടാവണേ. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഈ തുള്ളി ലൈഫ് വെച്ച് ഞാൻ ജയിക്കാൻ പോണില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഗൈസ് ജസ്റ്റ് ഒന്ന് കളി അറിയാൻ ജസ്റ്റ് ഒന്ന് ട്രൈ അടിച്ച് നോക്കിയതാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയണം, ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ജയിക്കേണ്ടതെന്നെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.